السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ശുക്ർ അഥവാ നന്ദി പ്രകടനത്തെക്കുറിച്ചുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും അതുപോലെ തത്സംബന്ധമായ അദ്ദേഹത്തിൻ്റെ മാതൃകകളെയും കുറിച്ച് ഞാൻ കഴിഞ്ഞ ഖുതുബകളിൽ പരാമർശിച്ചിരുന്നു. അതിൻ്റെ ഉന്നത നിലവാരത്തെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധനായ ദാസൻ ഹജറത്ത് മസീഹ് വസ്ലം ഏതുവിധമാണ് ഗ്രഹിച്ചതെന്നും മനസ്സിലാക്കിയതെന്നും വിവിധ സന്ദർഭങ്ങളിൽ വിവിധ ഉദ്ധരണികളിലൂടെ ഏതുവിധമാണ് അത് ജമാഅത്തിന് മുമ്പാകെ സമർപ്പിച്ചതെന്നുമുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് പരാമർശിക്കുന്നതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രവർത്തന മാതൃക എന്തായിരുന്നു, വീട്ടിൽ കുട്ടികളെ ഈ വിഷയത്തിൽ ഏതുവിധമാണ് ഉപദേശിക്കാറുണ്ടായിരുന്നത്, ഒരു അഹമ്മദിയിൽ നിന്ന് അദ്ദേഹം എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്, ഈ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ഒരു ലായമൽ അഥവാ കർമ്മ പദ്ധതിയാണ്. അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യവും യുക്തിയും വിശദീകരിച്ചുകൊണ്ട് ഹജറത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, മനുഷ്യൻ ഏതെങ്കിലും ഉന്നത പദവി പ്രാപ്തമാക്കുമ്പോൾ, അത് ഉന്നത പദവിയിലെത്തുമ്പോൾ അവൻ അഹങ്കാരിയായിത്തീരുന്നു. യഥാർത്ഥത്തിൽ പ്രസ്തുത കാലയളവിൽ അവൻ ആ ഉന്നത പദവിയിലെത്തിയ സമയത്ത് അവൻ വളരെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും മനുഷ്യവർഗത്തിന് ഉപകാരം ചെയ്യാനും കഴിയുമായിരുന്നുവെങ്കിലും അഹങ്കാരിയായിട്ടാണ് തീരുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലൈൻ ഷക്കർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബി ലഷദീദ്. അതായത് നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ എൻ്റെ ഔദാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചു തരുന്നതാണ്, അഥവാ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ അതികഠിനവുമായിരിക്കും. അതായത് മനുഷ്യനുമേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ അതിന് നന്ദി കാണിക്കുകയും മനുഷ്യകുലത്തിൻ്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. ആരെങ്കിലും അപ്രകാരം ചെയ്യാതിരിക്കുകയും നേരെ മറിച്ച് അതിക്രമം ആരംഭിക്കുകയും ചെയ്താൽ അള്ളാഹു അവനിൽ നിന്നും ആ അനുഗ്രഹങ്ങൾ പിടിച്ചെടുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു സ്ഥലത്ത് ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഏറ്റവും മുഖ്യമായത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. അവൻ നമുക്ക് ജീവൻ നൽകി, ആരോഗ്യം നൽകി, സൗഖ്യം നൽകി, മതപ്രചാരണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. യഥാർത്ഥത്തിൽ സത്യമായ കാര്യം ഇത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ ഉദ്ദേശിച്ചാൽ ആ ദൈവത്തിൻ്റെ ഔദാര്യങ്ങളും ഉപകാരങ്ങളും നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പിന്നീട് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് വളരെയധികം നന്ദി കാണിക്കേണ്ടതുണ്ട്, ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് അവൻ നൽകിയിരിക്കുന്ന മതം ജ്ഞാനപരമായും പ്രായോഗികമായും എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്നും അതുപോലെ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും എല്ലാതരം തിന്മകളിൽ നിന്നും പരിശുദ്ധമാണ്. വാസ്തവത്തിൽ എല്ലാ സ്തുതികൾക്കും ഗുണവിശേഷങ്ങൾക്കും അർഹൻ അള്ളാഹു മാത്രമാണെന്നും ഒരു മനുഷ്യനോ സൃഷ്ടിയോ വാസ്തവത്തിൽ ശരിക്കും സ്തുതികൾക്കും പ്രശംസകൾക്കും അർഹരല്ലെന്നും മനുഷ്യൻ ഒരു വേള ചിന്തിക്കുകയും പര്യാലോചന നടത്തുകയും ചെയ്താൽ അവന് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും, അവന് മനസ്സിലാകുന്നതായിരിക്കും. മനുഷ്യൻ യാതൊരു വിധത്തിലുള്ള ഉദ്ദേശങ്ങളുടെയും അത് മറ്റുദ്ദേശങ്ങളുടെയും കലർപ്പില്ലാതെ നോക്കുകയാണെങ്കിൽ അവന് സ്പഷ്ടമാകുന്ന ഒരു സംഗതി, സ്തുതിക്ക് അർഹനായിത്തീരുന്ന ഏതൊരു വ്യക്തിയും അതിന് അർഹനായിത്തീരുന്നത് ഒന്നുകിൽ മുമ്പ് ഒരു അസ്തിത്വവും ഇല്ലാത്തതും
അസ്തിത്വത്തെക്കുറിച്ച് യാതൊരു കേട്ടറിവ് പോലും ഇല്ലാത്തതുമായ വസ്തുവിൻ്റെ സൃഷ്ടാവായി മാറുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഒരു അസ്തിത്വവും ഇല്ലാതെ ഇരിക്കുകയും അസ്തിത്വത്തിൻ്റെ നിലനിൽപ്പിനും ആരോഗ്യ സംരക്ഷണത്തിനും ജീവിത സ്ഥിരതയ്ക്കും വേണ്ടി ഏതൊക്കെ കാരണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് അറിയില്ലായിരിക്കുകയും ചെയ്ത അവസരത്തിൽ അവയെല്ലാം അവൻ ഒരുക്കി എന്നതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ പലവിധ വിപത്തുകൾ വരാൻ സാധ്യതയുള്ള കാലത്ത് അവൻ കരുണ കാണിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നവൻ്റെ അധ്വാനത്തെ പാഴാക്കാതിരിക്കുകയും അധ്വാനിക്കുന്നവൻ്റെ അവകാശങ്ങളും കടമകളും പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്തു എന്നതുകൊണ്ടായിരിക്കാം. സ്തുതി പഠനം അർഹിക്കുന്നത് ഈ ഒരു അവസരങ്ങളിലാണ്. എന്നാൽ ബാഹ്യദൃഷ്ട്യാ ഒരു പണിക്കാരന് കൂലി കൊടുക്കുന്നത് പ്രതിഫലം എന്നോണമാണെങ്കിലും അവൻ്റെ എല്ലാ അവകാശങ്ങളും പൂർണ്ണമായും നൽകുന്ന വ്യക്തിയും ശരിക്കും ഒരു ഔദാര്യമാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിലവിലില്ലാത്തപ്പോൾ സഹായിക്കുകയാണെങ്കിൽ മാത്രമാണ് ഒരുവൻ പ്രശംസ അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ ഗുണവിശേഷങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ളവയാണ്. അവ ആരെയെങ്കിലും സ്തുതികൾക്കും പ്രശംസകൾക്കും അർഹനാക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വാസ്തവത്തിൽ ഈ സ്തുതികൾക്കെല്ലാം അർഹൻ അള്ളാഹു മാത്രമാണ്. ഞാനിവിടെ സൂചിപ്പിച്ച 3-4 കാര്യങ്ങൾക്കൊക്കെ അർഹൻ അള്ളാഹു തന്നെയാണ്. അവൻ പൂർണ്ണമായും ഈ ഗുണവിശേഷങ്ങളാൽ അലങ്കൃതനാണ്. മറ്റാരിലും ഈ ഗുണവിശേഷങ്ങളില്ല തന്നെ. ഈ ഗുണവിശേഷങ്ങളുള്ള ഒരു വ്യക്തിയോ അസ്തിത്വവുമില്ല. ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങളുടെ യാതൊരു അസ്തിത്വവുമില്ല. തുടർന്ന് ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തിനും അഹമ്മദിയ ജമാഅത്തിൻ്റെ സംസ്ഥാപനത്തിനും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, അല്ലയോ ബുദ്ധിമാന്മാരെ, ഈ അത്യാവശ്യ സമയത്തും ഘോരമായ ഇരുളടഞ്ഞ ദിവസങ്ങളിലും അള്ളാഹു ഒരു ആത്മീയ പ്രകാശം, വാനലോക പ്രകാശം ഇറക്കിയതിലും ഇസ്ലാമിൻ്റെ കലിമ ഉയർത്തിപ്പിടിക്കാനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ സൃഷ്ടികുലോത്തമൻ്റെ പ്രകാശം പരത്താനുമായി മുസ്ലിങ്ങളെ സഹായിക്കാനും അവരുടെ ആന്തരികാവസ്ഥ ശുദ്ധീകരിക്കാനുമുള്ള ഉദ്ദേശത്തോടെ ഒരു ദാസനെ പൊതുവായ നന്മയ്ക്കായി പ്രത്യേകം തിരഞ്ഞെടുത്ത് ലോകത്തേക്ക് അയച്ചതിലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇസ്ലാം മതത്തിൻ്റെ സംരക്ഷകനായ ആ ദൈവം താൻ ഖുറാനിക അധ്യാപനങ്ങളുടെ കാവൽക്കാരനായിരിക്കുമെന്നും അതിനെ നിർവീര്യവും തിളക്കമറ്റതും പ്രകാശമറ്റതുമാക്കാൻ അനുവദിക്കുന്നില്ലെന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ അള്ളാഹു ഈ ഇരുൾ കണ്ട് ഈ ആന്തരികവും ബാഹ്യവുമായ കുഴപ്പങ്ങൾ ദർശിച്ച് നിശബ്ദനായിരിക്കുകയും മൗനം പാലിക്കുകയും തൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന ആ വാഗ്ദാനം വിസ്മരിച്ചു പോവുകയും ചെയ്തിരുന്നെങ്കിലായിരുന്നു നിങ്ങൾ അത്ഭുതപ്പെടേണ്ടിയിരുന്നത്. അള്ളാഹു അയച്ച ഈ അനുഗ്രഹം അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ചിട്ടുള്ളതാണ്. അതിൽ അത്ഭുതപ്പെടാനൊന്നും തന്നെയില്ല. അള്ളാഹു ആ വാഗ്ദാനം നിറവേറ്റാതിരിക്കുകയും ഇസ്ലാമിൻ്റെ അധപ്പതന പരമ്പര തുടരുകയും ചെയ്തിരുന്നുവെങ്കിൽ അത്ഭുതപ്പെടേണ്ടിയിരുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, വീണ്ടും ഞാൻ പറയുന്നു, അത്ഭുതപ്പെടാൻ വല്ലതും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആ പുണ്യ റസൂലിൻ്റെ വ്യക്തവും സ്പഷ്ടവുമായ പ്രവചനം, അതായത് എല്ലാ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിലും തലക്കിലും ദീനിനെ, ഇസ്ലാം മതത്തെ നവീകരിക്കുന്ന ഒരു ദാസനെ അള്ളാഹു നിയോഗിച്ചയക്കുമെന്ന് പ്രസ്താവിച്ചിരുന്ന ആ പ്രവചനം തെറ്റിപ്പോയെങ്കിൽ മാത്രമായിരുന്നു അത്ഭുതപ്പെടേണ്ടിയിരുന്നത്. അതിനാൽ ഇതല്ല അത്ഭുതപ്പെടേണ്ട സന്ദർഭം, മറിച്ച് ഇത് 1000 വട്ടം നന്ദി പറയേണ്ടതും വിശ്വാസവും ഉറപ്പും ദൃഢനിശ്ചയം വർദ്ധിപ്പിക്കേണ്ടതുമായ അവസരമാണ്. നാം കാണുന്നത് പോലെ ഹദരത്ത് മസീഹ് ഇസ്ലാം വരുന്നത് വരെ ഓരോ നൂറ്റാണ്ടിലും വിവിധ ജനതകളിൽ മുജദ്ദിദുകൾ വന്നുകൊണ്ടിരുന്നു, പരിഷ്കർത്താക്കൾ, യുഗപരിഷ്കർത്താക്കൾ വന്നുകൊണ്ടിരുന്നു. മസീഹ് മുഹമ്മദ് ഇസ്ലാമിനെ അള്ളാഹു അവസാനത്തെ 1000 വർഷത്തേക്ക് മുജദ്ദിദായി അയക്കുകയും മസീഹ് മൗദ്, മെഹദി മൗദ്, വാഗ്ദത്ത മെഹദി മസീഹ് എന്നീ പദവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, 1000 വട്ടം നന്ദി പറയേണ്ട അവസരവും വിശ്വാസവും ദൃഢനിശ്ചയവും വർദ്ധിപ്പിക്കേണ്ട സമയവുമാണിത്. അള്ളാഹു തൻ്റെ ഔദാര്യത്താലും കാരുണ്യത്താലും തൻ്റെ വാഗ്ദാനം നിറവേറ്റി. തൻ്റെ റസൂലിൻ്റെ പ്രവചനത്തിൽ ഒരു നിമിഷം പോലും വ്യത്യാസം വരാൻ അവൻ അനുവദിച്ചില്ല. മാത്രമല്ല, ആ പ്രവചനം നിറവേറ്റി കാണിക്കുകയും അതോടൊപ്പം ഭാവിയിലേക്കായി ആയിരക്കണക്കിന് പ്രവചനങ്ങളുടെയും അത്ഭുതങ്ങളുടെയും വാതിലും തുറക്കുകയും ചെയ്തു. ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ആഗമനത്തിലൂടെ അള്ളാഹു വേറെയും ധാരാളം പ്രവചനങ്ങൾ
നിറവേറ്റി. അദ്ദേഹം പറയുന്നു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നന്ദി കാണിക്കുക, നന്ദിയുടെ സുജൂദുകൾ, ശുക്രിന്റെ സുജൂദുകൾ ചെയ്യുക. ഏതൊരു കാലത്തെ കാത്തിരുന്ന് നമ്മുടെ പൂർവികർ വിട പറഞ്ഞു പോയോ, അസംഖ്യം ആത്മാക്കൾ ആ ആഗ്രഹത്തിൽ തന്നെ യാത്രയായോ, ആ കാലം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. പൂർവ്വകാല മുസ്ലിങ്ങൾ മസീമോദിന്റെ വരവും കാത്തിരുന്നു. പണ്ഡിതന്മാരും മഹാത്മാക്കളും അവരിലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ കാലഘട്ടം ലഭിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ആ കാലഘട്ടം നിങ്ങൾക്ക് ലഭിച്ചു. ഇപ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. ഇപ്പോൾ ഇതിൻ്റെ വില മതിക്കുകയോ വില മതിക്കാതിരിക്കുകയോ ചെയ്യുന്നതും അതിൽ നിന്ന് പ്രയോജനം നേടുകയോ നേടാതിരിക്കുകയും ചെയ്യുന്നതുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇക്കാര്യം വീണ്ടും വീണ്ടും വിവരിക്കുന്നതാണ്. ഇത് പ്രകടിപ്പിക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. സൃഷ്ടികളുടെ നവീകരണത്തിനായി സമയോചിതമായി അയക്കപ്പെട്ടവൻ ഞാൻ തന്നെയാണ്. ഹൃദയങ്ങളിൽ മതം നവീകരിക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ വാഗ്ദാനം എൻ്റെ രൂപത്തിൽ അവൻ നിറവേറ്റി. നിങ്ങളുടെ എതിരാളികളും നിങ്ങൾ അംഗീകരിക്കാത്ത മുസ്ലിങ്ങളുമായവർ ഇക്കാര്യം മനസ്സിലാക്കുകയും അള്ളാഹുവിനോട്, ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ എതിരാളികളും അന്യ മുസ്ലിങ്ങളും ഇത് മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിക്കൊണ്ട് അള്ളാഹു അയച്ചവനെ അംഗീകരിക്കും. ഇന്ന് മുസ്ലിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാനായി ഐക്യത്തിൻ്റെ നൂലിൽ തങ്ങളെ തന്നെ കോർത്തെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്ന്. സത്യാന്വേഷികളെ അഭിസംബോധിച്ചുകൊണ്ട് ഹദരത്ത് അഖ്ദസ് മസീഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, കൃത്യസമയത്ത് അള്ളാഹു സഹായിക്കുകയും ഈ പ്രസ്ഥാനം സ്ഥാപിതമാക്കുകയും ചെയ്തതിന് ദൈവത്തിനോട് നന്ദി പറയുക. അതിനാൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ ഔദാര്യം പാഴാക്കാതിരിക്കുകയും ആദരവോടെ അതിനെ വീക്ഷിക്കുകയും നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ സഹായത്തിൻ്റെയും പിന്തുണയുടെയും വില മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് നിങ്ങൾക്ക് ഭൂഷണമാണ്. തീർച്ചയായും ഓർക്കുക, അള്ളാഹുവിൻ്റെ സഹായമില്ലാതെയും അവൻ വിളിക്കാതെയും ഒരു വ്യക്തിക്കും സത്യസന്ധതയോടും പൂർണ്ണമായ കരുത്തോടും കൂടി ഒരു കാര്യം വിവരിക്കാൻ കഴിയില്ല. അതിനല്ലാതെ തെളിവുകൾ ലഭിക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകണം. അവൻ്റെ സഹായമുണ്ടാകുമ്പോൾ മാത്രമേ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. സംസാര ശൈലി, അതായത് വാഗ്മിത്വവും ലഭിക്കപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ കരുത്തും ശക്തിയും പ്രാപിച്ച് റൂഹുൽ ഖുദ്സിനാൽ നിർഭരമായി സംസാരിക്കുന്ന വ്യക്തിയെ നന്മയുടെ കരുത്തുള്ളവർ തിരിച്ചറിയുന്നു എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക ഔദാര്യമാണ്. അള്ളാഹു അയച്ചവനെ ആളുകൾ തിരിച്ചറിയുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതിനാൽ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണിത്. അവൻ നിങ്ങൾക്ക് ഈ കരുത്ത് നൽകുകയും തിരിച്ചറിയാനുള്ള കണ്ണ് നൽകുകയും ചെയ്തു. സത്യാന്വേഷികളോട് അദ്ദേഹം തുടർന്ന് പറയുന്നു, നിങ്ങൾക്ക് സത്യാന്വേഷണ ത്വരയുണ്ടെങ്കിൽ അള്ളാഹുവിന് നിങ്ങൾക്ക് ഈ ബുദ്ധി നൽകിയതിന് അവനോട് നന്ദി രേഖപ്പെടുത്തുക. തങ്ങളെ വലിയ പണ്ഡിതന്മാരായി നടിക്കുന്ന ധാരാളം ആളുകളുണ്ട്, പക്ഷെ അവർക്ക് വിവേകമില്ല. എതിർപ്പിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധി നൽകിയതിന് നിങ്ങൾ നന്ദി പറയുക. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണിവ. അദ്ദേഹം പറഞ്ഞു, അവൻ ഈ ഔദാര്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവർ മറകൾക്ക് പിന്നിലായിരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നതുപോലെ നിങ്ങളും അവരിൽ ഉൾപ്പെടുമായിരുന്നു. അതിനാൽ ഇത് സ്വീകരിച്ചവർ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഇതിലേക്ക് ഹഠാതാകർഷിച്ചത് അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. തുടർന്ന് അദ്ദേഹം ഒരു ഉപമ വിവരിച്ചുകൊണ്ട് പറഞ്ഞു, മിയാ അബ്ദുൽ ഹക്കിനെ തന്നെ നോക്കുക. ദൈവത്തിൻ്റെ ഔദാര്യം അദ്ദേഹത്തെ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഈ സുഖഭോഗങ്ങളുടെ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് എങ്ങനെ പുറത്തു വരാൻ കഴിയുമായിരുന്നു. ഇവിടെ മിയാ അബ്ദുൽ ഹക്ക് സാഹിബിനെ കുറിച്ച് അദ്ദേഹം ഉദാഹരണം നൽകിക്കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കസൂർ സ്വദേശിയായ മുൻഷി അബ്ദുൽ ഹക്ക് ആണ്. അദ്ദേഹം അക്കാലത്ത് BA വിദ്യാർത്ഥിയായിരുന്നു. മുസ്ലിം ആയിരുന്നിട്ടും അദ്ദേഹം ഇത് വിവരിക്കുന്നതിന് 3 വർഷം മുമ്പ് ക്രിസ്ത്യാനിയായി മാറിയ അദ്ദേഹം അൽഹക്കം പത്രവും ഹദരത്ത് അഖ്ദസ് അലി ഇസ്ലാമിൻ്റെ ചില രചനകളും വായിച്ച് ഇസ്ലാമിൻ്റെ സത്യതയും വാസ്തവികതയും പ്രായോഗികമായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിച്ച് ഹദരത്ത് അഖ്ദസിൻ്റെ അടുക്കലേക്ക് ഒരു അപേക്ഷ എഴുതിയിരുന്നു. സാധാരണയായി ഇസ്ലാമിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല, അതിനാൽ ഞാൻ പ്രായോഗികമായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ഹദരത്ത് മസീഹ് ഇസ്ലാമിനോട് എഴുതി. ഇതിന് മറുപടി ഹദരത്ത് അഖ്ദസ് അലി ഇസ്ലാം അദ്ദേഹത്തോട് കുറഞ്ഞത് 2 മാസത്തേക്ക് ഇവിടെ കാദ്യാനിൽ വന്ന് താമസിക്കണമെന്ന് എഴുതി അറിയിച്ചു. അങ്ങനെ അദ്ദേഹം ദാറുൽ അമാനിലേക്ക് വരാൻ ഉദ്ദേശിച്ചു. അവിടെ എത്തി. അത് 1901 കാര്യമാണ്. അവിടെ എത്തിച്ചേർന്നു. പിന്നീട് ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അടുത്ത് വന്ന് താമസിച്ചു. വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ അടുത്ത് പല ഉപദേശകരും വന്നു അദ്ദേഹത്തെ വിലക്കി. ആ സന്ദർഭത്തിലായിരുന്നു അദ്ദേഹം അവരെയൊക്കെ എതിർത്തുകൊണ്ട് വന്നത്. കാദ്യാനിലേക്ക് പോകരുതെന്ന പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു. കാദ്യാനിലേക്ക് പോകുന്നത് ചിലർ തടയുകയും ഒരാൾ ചീത്ത വിളിക്കുക പോലും ചെയ്തു. എന്നാൽ അവരുടെ മതത്തിൽ ചീത്ത വിളിക്കുന്നത് നിഷിദ്ധമായിരുന്നു. പൊതുവെ സംസ്കാരത്തിനും മാന്യതയ്ക്കും വിരുദ്ധവുമാണ്.
എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഔദാര്യം മേൽക്കൈ നേടുകയും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുകയും ചെയ്തു. തിന്മയ്ക്കുള്ള സാഹചര്യങ്ങൾ പോലും അവർക്ക് ലഭിച്ചില്ല. അല്ലെങ്കിൽ അന്ന് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. വിവാഹം കാരണം വലിയ പ്രശ്നങ്ങൾ സംജാതമായേക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഭാര്യയെ സ്വീകരിച്ചിരുന്നെങ്കിൽ പരീക്ഷണം വരുമായിരുന്നു. പക്ഷെ ദൈവം എല്ലാവിധത്തിലും സംരക്ഷിച്ചു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു കാര്യമല്ല. ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ആർക്കാണോ അവൻ തൻ്റെ കരുണ നൽകുന്നത് അവനെ എല്ലാവിധത്തിലും അവൻ രക്ഷിക്കുന്നു. നാം മുസ്ലിങ്ങളാണെന്ന് കരുതി വെറുതെ ഇരിക്കരുത്. ഇസ്ലാം വലിയൊരു അനുഗ്രഹമാണ്. അതിനെ വിലമതിക്കുക, അതിനുവേണ്ടി അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അതിനുള്ളിൽ ഒരു തത്വശാസ്ത്രമുണ്ട്. അത് വെറുതെ വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നത് കൊണ്ട് ലഭിക്കില്ല. വെറും മുസ്ലിമാണെന്ന് പറയുന്നത് കൊണ്ട് പ്രശ്നം തീരുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇസ്ലാം അനുശാസിക്കുന്നത്, എന്ത് അധ്യാപനമാണോ അത് മുന്നോട്ട് വെക്കുന്നത്, അതും പരിഗണിക്കേണ്ടതുണ്ട്. അഹമ്മദിയ ജമാഅത്തിനോട് ആത്മാർത്ഥതയും സ്നേഹവും പുലർത്തുന്നവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പ്രസ്താവിക്കുന്നു: ഇവിടെ ഒരു കാര്യം പ്രകടിപ്പിക്കുന്നതിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നതിൽ നിന്നും എനിക്ക് വിട്ടുനിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും എന്നെ ഒറ്റക്കാക്കി ഉപേക്ഷിച്ചില്ല. എന്നോട് സഹോദര ബന്ധം സ്ഥാപിക്കുകയും അള്ളാഹു സ്വന്തം കരത്താൽ സ്ഥാപിച്ച ഈ ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തവർ വിചിത്രമായ രീതിയിൽ സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും നിറം ചാർത്തപ്പെട്ടവരാണ്. എൻ്റെ കഠിനാധ്വാനം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഈ പുണ്യാത്മാക്കളെ അവൻ എനിക്ക് നൽകിയിരിക്കുന്നു. അഹമ്മദിയത്തിലേക്ക് വന്ന ആത്മാർത്ഥതയുള്ളവരെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പ്രസ്താവിക്കുന്നു: ആദ്യം എൻ്റെ ഒരു ആത്മീയ സഹോദരനെ കുറിച്ച് പരാമർശിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം അഭിനിവേശവും ആവേശവും കണ്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ പ്രകാശത്തെ പോലെ നൂറുദ്ദീൻ എന്നാണ്. ഇസ്ലാമിൻ്റെ കലിമ ഉയർത്തിപ്പിടിക്കുന്നതിനായി തൻ്റെ ഹലാലായ അനുവദനീയമായ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മതപരമായ സേവനങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും വലിയ കൊതിയോടെയാണ് നോക്കാറുള്ളത്. അസൂയാവഹമായ ദൃഷ്ടികളോടെയാണ് ഞാൻ നോക്കിക്കാണാറുള്ളത്. ആ സേവനങ്ങൾ എനിക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. നോക്കുക, ആ സമയത്ത് ഹദരത്ത് മസീഹ് ഇസ്ലാം എത്രമാത്രം ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും അദ്ദേഹം പറയുന്നത്, ഹദരത്ത് മൗലാന നൂറുദ്ദീൻ സാഹിബിൻ്റെ ത്യാഗങ്ങൾ കണ്ട് എനിക്കും ഇത്രയധികം സാമ്പത്തിക സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വലിയ ആഗ്രഹം തോന്നാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് പറയുന്നു, ഇസ്ലാം മതം വിജയിക്കണമെന്ന അഭിനിവേശം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് ഭാവനയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തിയുടെ ചിത്രം എൻ്റെ കൺമുന്നിൽ വിരിഞ്ഞു വരുന്നു. അവൻ എങ്ങനെയാണ് തൻ്റെ ദാസന്മാരെ അവനിലേക്ക് ആകർഷിക്കുന്നതെന്ന്. തൻ്റെ പക്കലുള്ള മുഴുവൻ സമ്പത്തിനോടും മുഴുവൻ ശക്തിയോടും മുഴുവൻ സൗകര്യങ്ങളോടും കൂടി അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും അനുസരണത്തിനായി എല്ലാ നിമിഷവും തയ്യാറായി നിൽക്കുന്നു. സർവസജ്ജനായി സദാ സന്നദ്ധനായി നിൽക്കുന്നു. അതായത് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പാതയിൽ അദ്ദേഹം സമ്പത്ത് മാത്രമല്ല, ജീവനും മാനവും പോലും നൽകാൻ മടിക്കില്ലെന്ന് എനിക്ക് ഉള്ളത് വെറും ഊഹം അല്ലെങ്കിൽ സൽഭാവന മാത്രമല്ല ഉള്ളത്, മറിച്ച് അനുഭവമുള്ളതും എനിക്ക് കൃത്യമായ യഥാർത്ഥ അറിവുള്ളതുമായ കാര്യമാണത്. ഞാൻ അനുവാദം നൽകിയിരുന്നെങ്കിൽ ഈ പാതയിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ആത്മീയ സൗഹൃദം പോലെ ഭൗതിക സൗഹൃദവും കാഴ്ചവെച്ചുകൊണ്ട് എപ്പോഴും ഒരുമിച്ചുള്ള സഹവാസത്തിൻ്റെ കടമകളും അദ്ദേഹം നിറവേറ്റിയേനെ. അതായത് എന്നോടൊപ്പം സ്ഥിരം താമസിച്ചേനെ. അദ്ദേഹം ഇത് പറഞ്ഞത് 1890കളിലാണ്. 90കളുടെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഫതേ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് മൗലാന ഹക്കീം നൂറുദ്ദീൻ സാഹിബ് എല്ലാം ഉപേക്ഷിച്ച് മസീഹ് ഇസ്ലാമിനെ സേവിക്കാനായി സന്നിഹിതനാവുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ ശിഷ്ടകാലം കഴിച്ചു കൂട്ടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റഹ്മാനിയത്ത് അഥവാ പരമകാരുണ്യം എന്ന വിശേഷണത്തിന് കീഴിൽ ശാരീരികവും ആത്മീയവുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു: എല്ലാ ആത്മാക്കളെയും ശരീരങ്ങളെയും യാതൊരു ദ്രവ്യവുമില്ലാതെ, അതായത് പ്രാരംഭമായ ഒരു രൂപരേഖയും ഉണ്ടാക്കാതെ തൻ്റെ സ്വന്തം കൽപ്പനയിലൂടെയും ആജ്ഞയിലൂടെയും
അമ്രിലൂടെയും ഹുക്കുമിലൂടെയും സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ മഹാശക്തിയുടെ മാതൃക കാണിച്ചു തന്ന ആ സർവശക്തനായ തമ്പുരാൻ ലക്ഷോപലക്ഷം സ്തുതികൾക്കും പ്രശംസകൾക്കും അർഹനാണ്. യാതൊരു ഗുരുവിൻ്റെയും ആചാര്യൻ്റെയും സഹായമില്ലാതെ ആ എല്ലാ വിശുദ്ധാത്മാക്കളെയും പ്രവാചകന്മാരെയും അവൻ തന്നെ പഠിപ്പിക്കുകയും അധ്യാപനം നൽകുകയും ചെയ്തുകൊണ്ട് തൻ്റെ പുരാതനമായ അനുഗ്രഹങ്ങളുടെ അടയാളം വെളിപ്പെടുത്തി. അതായത് അള്ളാഹു അയക്കുന്ന പ്രവാചകന്മാർക്കും അവൻ തൻ്റെ ഭാഗത്തു നിന്ന് വിദ്യ അഭ്യസിപ്പിച്ചു, അവരുടെ ശീലങ്ങൾ രൂപപ്പെടുത്തി, തൻ്റെ കൽപ്പനകൾ അവരുടെ മേൽ ഇറക്കി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അവൻ എത്രമാത്രം കാരുണ്യമുള്ളവനും അനുഗ്രഹങ്ങൾ വർഷിക്കുന്നവനുമാണ്, റഹ്മാനും മന്നാനുമാണ്. യാതൊരു അർഹതയുമില്ലാത്ത നമുക്ക് വേണ്ടി ബലഹീനരായ നമ്മയെല്ലാം അവൻ തന്നെ സൃഷ്ടിച്ചു. നമ്മുടെ ശാരീരിക നിലനിൽപ്പിനായി സൂര്യനെയും ചന്ദ്രനെയും മേഘങ്ങളെയും കാറ്റിനെയും അവൻ ജോലിക്കായി നിയോഗിച്ചു. നമ്മുടെ ആത്മീയ ക്രമീകരണത്തിനായി തൗറാത്തും ഇഞ്ചീലും ഫുർഖാൻ മജീദും, അതായത് ഖുറാനും എല്ലാ വേദഗ്രന്ഥങ്ങളും കൃത്യസമയത്ത് തന്നെ അവതരിപ്പിച്ചതാണ്. അദ്ദേഹം ദുആ ചെയ്തുകൊണ്ട് പറയുന്നു, അല്ലയോ ദൈവമേ, നിന്നെ പരിചയപ്പെടാനുള്ള വഴി നീ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനും വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊണ്ട് ചിന്തയുടെയും ബുദ്ധിയുടെയും തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിനും നിനക്ക് ആയിരം ആയിരം നന്ദി. നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തെ നേർവഴിക്ക് നടത്തിച്ച പ്രവാചകോത്തമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അനുയായികളുടെയും മേലും ദൈവം അനുഗ്രഹങ്ങളും സമാധാനവും വർഷിക്കട്ടെ. അദ്ദേഹം മറന്നുപോയ സൃഷ്ടികളെ വീണ്ടും നേർവഴിക്ക് കൊണ്ടുവന്ന ഔദാര്യവാനാണ്. ജനങ്ങളെ ഷിർക്കിൻ്റെയും വിഗ്രഹങ്ങളുടെയും ആപത്തിൽ നിന്ന് രക്ഷിച്ച ഉപകാരിയും ഔദാര്യം ചെയ്തവനുമാണ്. ലോകത്ത് ഏകദൈവവിശ്വാസത്തിൻ്റെ പ്രകാശം പരത്തിയവനാണ്. തകർന്നുപോയ ഹൃദയങ്ങളിൽ സത്യസന്ധത ഊട്ടിയുറപ്പിച്ച കാലഘട്ടത്തിൻ്റെ വൈദ്യനും തത്വചിന്തകനുമാണ്. മരണപ്പെട്ടവർക്ക് ജീവജലം കുടിപ്പിച്ച, അതായത് ആത്മീയമായി മരണപ്പെട്ടവരെ ജീവിപ്പിച്ച ഉദാരമതിയും അത്ഭുതങ്ങൾ കാണിച്ച വ്യക്തിയുമാണ്. സമുദായത്തിന് വേണ്ടി വേദന അനുഭവിച്ച കരുണയുള്ളവനും ദയാലുവുമാണ് അദ്ദേഹം. സമുദായം വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ സമുദായത്തിന് വേണ്ടി മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അയക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്തത് അദ്ദേഹം മുഖേനയാണ്. നമ്മെ മരണത്തിൻ്റെ വായിൽ നിന്നും പുറത്തെത്തിച്ച ധീരനും വീരനുമായ വ്യക്തിയാണ് അദ്ദേഹം. ആദ്യം അള്ളാഹു ലോകത്തിൻ്റെ നന്മയ്ക്കായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചയച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സത്യസന്ധരായ ദാസനെയും അയച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മെ മരണമുഖത്ത് നിന്ന് പുറത്തെത്തിച്ച വീരപുരുഷനാണ് അദ്ദേഹം. ദൈവദാസത്വത്തിൽ, അതായത് അള്ളാഹുവിൻ്റെ അബുദായിക്കൊണ്ട് തലകുനിച്ച വിനയമുള്ളവനും അഹങ്കാരമില്ലാത്തവനുമായ മനുഷ്യനാണ് അദ്ദേഹം. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അസ്തിത്വത്തെ എല്ലാം മണ്ണിൽ ലയിപ്പിച്ചു, ഒന്നുമില്ലാത്തതായി കണക്കാക്കി ദൈവത്തിൻ്റെ പ്രഭ മാത്രം ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരെ തൻ്റെ കാഴ്ചയിൽ നിന്ന് തള്ളിക്കളയുകയും ചെയ്ത പരിപൂർണ ഏകദൈവവിശ്വാസിയും വിജ്ഞാനത്തിൻ്റെ സമുദ്രവുമാണ് അദ്ദേഹം. നിരക്ഷരനായിരുന്നിട്ട് കൂടി ദൈവജ്ഞാനങ്ങളിൽ എല്ലാവരുടെയും മേൽ അദ്ദേഹം അതിജയിക്കുകയും എല്ലാ ജനതകളെയും തെറ്റുകളുടെയും പാപങ്ങളുടെയും കുറ്റവാളികളായി വിധിക്കുകയും ചെയ്ത റഹ്മാന്റെ ശക്തിയുടെ അത്ഭുതമായവനാണ്. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുള്ള വചനങ്ങളാണ്. അദ്ദേഹം ആദ്യം തൗറാത്തും ഇഞ്ചിയിലും ഉദാഹരണമായി നൽകി. മസീഹ് ഇസ്ലാമിയുടെ ആദ്യം ഉദ്ധരിച്ചത് തൗറാത്തും ഇഞ്ചിയിലാണ്. പിന്നെ തൗറാത്തിലൂടെയും ഇഞ്ചിയിലൂടെയും ശരിയായ പാത കണ്ടുമുട്ടിയ ആ ജനതകൾക്ക് വേണ്ടി അതിനുശേഷം ലോകത്ത് ക്രമക്കേടുണ്ടായപ്പോൾ, ഫസാദ് ഉണ്ടായപ്പോൾ അള്ളാഹു അയച്ച വ്യക്തി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്ര വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ദാസന്മാരെ ദൈവത്തോട് അടുപ്പിച്ചു. തുടർന്ന് ഹദരത്ത് അഖ്ദസ് മസീഹ് ഇസ്ലാം പറയുന്നു, അല്ലയോ ലോകങ്ങളുടെ നാഥ അള്ളാഹുവേ, നിന്റെ ഉപകാരങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. നീ അതികരുണാമയനും ഔദാര്യമതിയുമാണ്. എനിക്ക് മേലുള്ള നിന്റെ ഔദാര്യങ്ങൾ അതിരിട്ടതാണ്. എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേ, അങ്ങനെ ഞാൻ നശിച്ചു പോകാതിരിക്കട്ടെ. എനിക്ക് ജീവിതം ലഭിക്കുന്നതിനായി എൻ്റെ ഹൃദയത്തിൽ നിന്റെ ശുദ്ധമായ സ്നേഹം നിക്ഷേപിക്കണമേ. എൻ്റെ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കണമേ. നീ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ എന്നിൽ നിന്നും നീ ചെയ്യിക്കണമേ. നിന്റെ കോപം എൻ്റെ മേൽ വന്നെത്തുന്നതിൽ നിന്ന് നിന്റെ ഔദാര്യത്തിൽ ഞാൻ അഭയം തേടുന്നു. കരുണ ചെയ്യണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും നിന്റെ കയ്യിൽ മാത്രമാണ്. ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ആപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ആമീൻ സുമാമീൻ. തുടർന്ന് ഹദരത്ത് മസീഹ് ഇസ്ലാം എഴുതുന്നു, ദൈവഭക്തിക്കും ഈശ്വര ഭയത്തിനുമുള്ള ഒരു നിരുപമമായ മതത്താൽ നമ്മെ അനുഗ്രഹിച്ചറിയ ആ ഉടയ തമ്പുരാന് ആയിരം ആയിരം നന്ദി. നമ്മെ ഈ പവിത്രമായ മതത്തിലേക്ക് പ്രവേശിപ്പിച്ച ആ പരിശുദ്ധനായ നബിക്കുമേൽ ലക്ഷോപലക്ഷം സലാത്തുകളും സലാമും ഉണ്ടാകട്ടെ.
ഈ പൂന്തോട്ടത്തെ തങ്ങളുടെ രക്തത്താൽ നനച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ മേൽ ആയിരക്കണക്കിന് കാരുണ്യങ്ങളുണ്ടാകട്ടെ. ഒരിടത്ത് അദ്ദേഹം പറയുന്നു, മസീഹ് ഇസ്ലാം പറയുന്നു, ദൈവദൃഷ്ടിയിൽ സത്യസന്ധരും നീതിമാനുമായവർ എപ്പോഴും വിവരമില്ലാത്തവരുടെ നാവിൽ നിന്നും കൈകളിൽ നിന്നും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ദൈവദൃഷ്ടിയിൽ നീതിമാന്മാരും സത്യസന്ധരുമായവർ, മതത്തോട് പൂർണ്ണമായി വിശ്വസ്തത പുലർത്തുന്നവർ, അള്ളാഹുവിനോട് വിശ്വസ്തതയും കൂറും പുലർത്തുന്നവർ, വിവരമില്ലാത്തവരുടെ നാവുകളിൽ നിന്നും കൈകളിൽ നിന്നും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ അഹമ്മദികളും ഇത് അനുഭവിക്കുന്നുണ്ട്. അതിനാൽ മുൻകാലം മുതലുള്ള അള്ളാഹുവിൻ്റെ രീതി ഇതായതുകൊണ്ട് നമ്മളും ബന്ധുക്കളിൽ നിന്നോ അപരിൽ നിന്നോ അന്യരിൽ നിന്നോ വല്ല കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങുകയാണെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുകയും സന്തോഷിക്കുകയും വേണം. കാരണം ആ പ്രിയതമൻ്റെ കാഴ്ചയിൽ അവൻ്റെ പാതിയിൽ പീഡനങ്ങൾ അനുഭവിക്കാൻ മാത്രം നമ്മൾ അർഹരായിത്തീരുന്നുവല്ലോ. അള്ളാഹുവിൻ്റെ പാതയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. അതിന് നമ്മൾ സന്തോഷവാന്മാരായിരിക്കണം, അള്ളാഹുവിന് കൃതജ്ഞത രേഖപ്പെടുത്തണം. കാരണം അള്ളാഹുവിൻ്റെ പാതയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത് അള്ളാഹു ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർ മാത്രമാണ്. അവരാണ് പ്രയാസപ്പെടുത്തപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും. അതിനാൽ ഇത്തരത്തിൽ ദുരിതങ്ങൾ പേറുന്നത് നമ്മുടെ പരമമായ സൗഭാഗ്യമാണ്. എന്നാൽ മറിച്ച് നാം മറുവശം നോക്കുമ്പോൾ മതത്തിൻ്റെ ചില ശത്രുക്കൾ തങ്ങളുടെ നൂതനമായ കണ്ടെത്തലുകൾ കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നതിൽ മാത്രം തൃപ്തരാകാതെ വിവരമില്ലാത്തവരെയും അറിയാത്തവരെയും കുഴപ്പത്തിൽ ചാടിപ്പിക്കുമ്പോൾ, അവരേക്ക് ഫിത്നയിലാക്കുമ്പോൾ, അത്തരം നിസ്സഹായരായ ആളുകളെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണെന്ന് നാം കരുതുന്നു. അതായത് സത്യം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക, ആളുകൾക്ക് ദോഷം വരുത്താൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുക. കുഴപ്പത്തിൽ നിന്നും ഫിത്നയിൽ നിന്നും ഫസാദിൽ നിന്നും രക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എതിരാളികൾ ചെയ്യുന്നത് പോലെ മോശമായ ഭാഷ ഉപയോഗിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്യാൻ ഞങ്ങൾ തുനിയണമെന്നല്ല. മറിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ തെറ്റായ പ്രോപ്പഗണ്ടകൾക്കും പ്രചാരണങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി നൽകുക എന്നതാണ്. തബ്ലീഗ് ചെയ്യുന്ന നമ്മളിൽ ഓരോരുത്തരും ഈ കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ എതിരാളികളുടെ ആക്ഷേപങ്ങൾ കേട്ട് അവർക്ക് പറയാൻ അവസരം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന് ഭവിക്കാറുണ്ട്. നമ്മുടെ സ്വഭാവം വളരെ ഉദാത്തമായിരിക്കണം. അതെ, സത്യം തീർച്ചയായും വ്യക്തമാക്കണം, സത്യം എന്തായാലും വെളിപ്പെടുത്തണം. എന്നാൽ സൽസ്വഭാവത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. ഹദരത്ത് അഖ്ദസ് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ശബ്ദങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ലസ്ത മുഅ്മിനൻ, അതായത് നീ ഒരു സത്യവിശ്വാസിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ തക്ഫീറിൻ്റെ, എന്നെ കാഫിറായി മുദ്ര കുത്തുന്നതിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ ഈ വിനീതന് കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉയർന്ന നാദം ഇതായിരുന്നു, കുൽ ഇന്നി ഉമിർതു വഅന അവ്വൽ മുഅ്മിനീൻ, നീ പറയുക, ഞാൻ ദൈവനിയുക്തനായിട്ടാണ് വന്നിരിക്കുന്നത്, ഞാൻ മുഅ്മിനീങ്ങളിൽ പ്രഥമനാണ്. ഒരു വശത്ത് മൗലവി സാഹിബ്മാർ പറയുന്നു, ഏതു വിധേനെങ്കിലും ഈ മനുഷ്യൻ്റെ വേദിറക്കുക. മറുവശത്ത് ഇൽഹാം അഥവാ ദിവ്യ വെളിപാട് വിടുന്നു, യതറബസൂന അലൈക ദവായറ അലൈഹിം ദായറത്ത് സൗ, അവർ നിന്റെ മേൽ ദുരന്തങ്ങൾ ഇറങ്ങാൻ കാത്തിരിക്കുന്നു, എന്നാൽ മോശം പര്യവസാനം അവർക്ക് തന്നെ വന്നു പതിക്കും. ഇൻഷാ അല്ലാഹ് ഒടുവിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു വശത്ത് അവർ ഈ മനുഷ്യനെ കഠിനമായി അപമാനിക്കാനും നിന്ദിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്, ഇനി മുഹീനുൻ മൻ അറാദ ഇഹാനത്തക്ക അള്ളാഹു അജ്റുക അള്ളാഹു യൂത്തീക ജലാലക്ക, ആരാണോ നിന്നെ അഭിമാനിക്കാൻ ഉദ്ദേശിക്കുന്നത് അവനെ ഞാൻ അഭിമാനിക്കുന്നതായിരിക്കും. അള്ളാഹു ആണ് നിന്റെ പ്രതിഫലം, അള്ളാഹു നിനക്ക് പ്രതാപം നൽകും. ഒരു വശത്ത് ഈ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതും പിൻപറ്റുന്നതും കാരണം കാഫിറായി തീരുമെന്ന് മൗലവിമാർ ഫത്വയ്ക്ക് മേൽ ഫത്വ എഴുതിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് അള്ളാഹു തൻ്റെ ഈ ദിവ്യ വെളിപാടിന്മേൽ തുടർച്ചയായി ഊന്നൽ നൽകുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നീ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുവിൻ, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെ അനുധാവനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധനായ ദാസനോടും അള്ളാഹു ഇത് തന്നെ പറഞ്ഞു. കാരണം അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പൂർണ്ണമായ അനുസരണമാണ്. കാരണം അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ അനുസരണമുള്ള ദാസനാണ്. ചുരുക്കത്തിൽ ഈ മൗലവി
സാഹിബ്മാരെല്ലാം അള്ളാഹുവിനോട് ഒരു തരത്തിന് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവസാനം ആർക്കാണ് വിജയമുണ്ടായത് എന്ന് നോക്കുക. ആരാണ് വിജയിക്കുന്നതെന്ന് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൻ്റെ പുരോഗതിയും ജമാഅത്തിൻ്റെ ഘട്ടം ഘട്ടമായുള്ള സാവകാശമുള്ള വളർച്ചയും ഇത്തരം ആളുകൾക്ക് കാണാൻ കണ്ണുള്ളവർക്ക്, ഇത്തിരിയെങ്കിലും ലജ്ജയുള്ളവർക്ക് അവർക്ക് ഇതിനുള്ള കൃത്യമായ മറുപടിയാണ് നൽകുന്നത്. ഹദരത്ത് അഖ്ദസ് മസീഹ് ഇസ്ലാം പറയുന്നു, ഞാനിവിടെ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നതിന് നിർബന്ധിതനാണ്. നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണച്ചുകൊണ്ട് അള്ളാഹു തൻ്റെ വെളിപാട് മുഖേന കാഫിറുകളെ എങ്ങനെയാണ് കുറ്റക്കാരായി വിധിച്ചതെന്ന് നോക്കുക. എൻ്റെ നബി വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സൽസ്വഭാവിയാണ്. നുബുവത്തിന് മുമ്പുള്ള 40 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാതൊരു കുറ്റവും കുറവും കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. അദ്ദേഹം 40 വർഷങ്ങളോളം രാവും പകൽ നിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞു. ഉന്നതമായ പാരമ്പര്യവും പരിശുദ്ധിയും പ്രഭുത്വവും അധികാരവുമുള്ള അദ്ദേഹത്തിന് ഉന്നതമായ കുടുംബത്തിൽ അണുഅളവ് പോലും നിങ്ങൾക്ക് കുറ്റം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ഉന്നതവും പരിശുദ്ധവുമായ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞുകൂട്ടിയ 40 വർഷത്തെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത് കെട്ടിച്ചമയ്ക്കലും കള്ളം പറയലുമാണ് അദ്ദേഹത്തിൻ്റെ പണിയല്ല എന്നാണ്. അപ്പോൾ ഈ സൽഗുണങ്ങൾക്ക് പുറമെ അദ്ദേഹം വാനലോക ദൃഷ്ടാന്തങ്ങൾ കാണിക്കുകയും അള്ളാഹുവിൻ്റെ പിന്തുണ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുകയും നിങ്ങളുടെ അവിശ്വാസങ്ങൾക്കും അത്രയും വൃത്തിഹീനവും അശുദ്ധവും ശിർക്ക് നിറഞ്ഞതുമായ തത്വങ്ങൾക്കുമെതിരായ അധ്യാപനം അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഈ നബി സത്യസന്ധനാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് സംശയമാണുള്ളത്? തുടർന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് മറുപടി നൽകുന്ന കാര്യമാണിത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ലോകത്തെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കുകയും ചെയ്ത യഥാർത്ഥ സത്യസന്ധനായ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. അതിനുശേഷം സ്വന്തം കാര്യത്തെക്കുറിച്ച് പറയുന്നു, ഇതേ രീതിയിൽ അള്ളാഹു എൻ്റെ എതിരാളികളെയും നിഷേധികളെയും കുറ്റക്കാരായി വിധിച്ചിരിക്കുന്നു. ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനാണ്. എന്നോടും അള്ളാഹുവിൻ്റെ ഇതേ വാഗ്ദാനമുണ്ട്. ബറാന അഹമ്മദിയുടെ ഉദ്ധരണി അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നു, അതിൽ എന്നെക്കുറിച്ച് ഈ വെളിപാടുണ്ട്. അത് പ്രസിദ്ധീകരിച്ച് 20 വർഷം കഴിഞ്ഞു. അതിതാണ്, വലഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബലിഹി അഫലാ താഖിലൂൻ. അതായത് ഈ എതിരാളികളോട് പറയുക, ഞാൻ 40 വർഷക്കാലം നിങ്ങളുടെ ഇടയിൽ തന്നെ ജീവിച്ചിരുന്നിട്ടുണ്ട്. എൻ്റെ ജോലി കെട്ടിച്ചമയ്ക്കലോ കള്ളമോ അല്ലെന്നും അശുദ്ധമായ ജീവിതത്തിൽ നിന്ന് ദൈവം എന്നെ സംരക്ഷിച്ചിട്ടുണ്ടെന്നും ഈ ദീർഘകാലമായി നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദീർഘകാലമായി, അതായത് 40 വർഷത്തോളം എല്ലാ കെട്ടിച്ചമക്കലുകളിൽ നിന്നും, എല്ലാ ദുഷ്ടതകളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും ഒരിക്കലും സൃഷ്ടികളോട് കള്ളം പറയാതിരിക്കുകയും മനുഷ്യന്മാരോട് കള്ളം പറയാതിരിക്കുകയും ചെയ്ത ഒരു വ്യക്തി തൻ്റെ പഴയ സ്വഭാവത്തിന് വിരുദ്ധമായി ഇപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ എങ്ങനെയാണ് കെട്ടിച്ചമയ്ക്കുക? അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും ഒരിക്കലും അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പ്രശംസിക്കാറുണ്ടായിരുന്നു എന്ന് ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ നിരവധി വശങ്ങൾ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആളുകൾ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയും തൻ്റെ സഹായികൾക്കും പിന്തുണ നൽകുന്നവരും ഈ നന്ദിയുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത നന്ദിയുടെ കാര്യങ്ങളാണ് ഇവിടെ ഞാൻ കുറച്ച് സമർപ്പിച്ചത്. ഈ കാര്യങ്ങൾക്ക് പുറമെ കുട്ടികളിൽ ശുക്ർ ചെയ്യുന്നതിന്, നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം വളർത്തിയെടുക്കാനും അദ്ദേഹം ശ്രമിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയുള്ളതായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വിവരണം ഇപ്രകാരമായിരുന്നു. ഒരിക്കൽ ഹദരത്ത് മസീഹ് ഇസ്ലാം വീട്ടിൽ കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു. അത് ഹദരത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു അൽ-ഹക്കം പത്രത്തിൽ വേണ്ടി പ്രസിദ്ധീകരിപ്പിക്കുകയുണ്ടായി. അത് ഇതായിരുന്നു: ഒരു കഷണ്ടിക്കാരനും ഒരു അന്ധനും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മലക്ക് ഒരു മനുഷ്യരൂപത്തിൽ കഷണ്ടിക്കാരൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ കഷണ്ടി പറഞ്ഞു, എനിക്ക് തലയിൽ മുടി മുളയ്ക്കണം, ഒപ്പം ധനികനാവുകയും വേണം. അങ്ങനെ മലക്ക് കഷണ്ടിക്കാരൻ്റെ തലയിൽ തടവിയപ്പോൾ ദൈവശക്തിയാൽ അവൻ്റെ തലയിൽ മുടി കിളിർത്തു. ധനവും സമ്പത്തും വേലക്കാരെയും വൃത്തിയും എല്ലാം ലഭിച്ചു. പിന്നെ മലക്ക് അന്ധൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അന്ധൻ പറഞ്ഞു, എൻ്റെ കണ്ണുകൾ പ്രകാശമാനമാകണം, കണ്ണുകളിൽ വെളിച്ചമുണ്ടാകണം, ഞാൻ യാചിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്, പണം ലഭിച്ചാൽ ഞാൻ ആരുടെയും ആശ്രിതനായിരിക്കില്ല. മലക്ക് അവൻ്റെ കണ്ണുകളിൽ തടവിയപ്പോൾ അവക്ക് വെളിച്ചം കിട്ടി, ധനവും സമ്പത്തും ലഭിക്കുകയുണ്ടായി. പിന്നെ അതേ മലക്ക് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അന്ധനെയും കഷണ്ടിക്കാരനെയും പരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പാവപ്പെട്ട യാചകന്റെ വേഷത്തിൽ വന്ന്
വരികയുണ്ടായി. കഷണിക്കാരൻ്റെ അടുക്കൽ ആദ്യം ചെന്നിട്ട് ചോദിച്ചു, യാചിച്ചു. കഷണിക്കാരൻ വളരെ മുൻകോപത്തോടെയും കൂടി മറുപടി നൽകി. ആട്ടിപ്പാച്ചിക്കൊണ്ട് പറഞ്ഞു, പോ, നിന്നെ പോലെയുള്ള എത്രയോ യാചകർ കറങ്ങി നടക്കുന്നുണ്ട്. മലക്ക് അവൻ്റെ തലയിൽ ഒന്നും കൂടി തടവിയപ്പോൾ അവൻ വീണ്ടും പഴയതുപോലെ കഷണിക്കാരനായി. എല്ലാ ധനവും സമ്പത്തും നഷ്ടപ്പെട്ടു. വീണ്ടും പഴയപടി പാവപ്പെട്ടവനായി തീർന്നു. പിന്നെ അതേ മലക്ക് യാചകന്റെ രൂപത്തിൽ അന്ധന്റെ അടുക്കൽ ചെന്ന് യാചിച്ചു. അവൻ വലിയ ധനികനും കാഴ്ചശക്തിയുള്ളവനുമായി മാറിയിരുന്നു. മലക്ക് യാചിച്ചപ്പോൾ അവൻ പറഞ്ഞു, അള്ളാഹു തന്നെയാണ് എല്ലാം എനിക്ക് നൽകിയത്. ഇത് അവൻ്റെ ധനമാണ്, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടത് എടുത്തുകൊള്ളു. അപ്പോൾ അതിന് പകരമായി അള്ളാഹു അന്ധന് കൂടുതൽ ധനവും സമ്പത്തും നൽകി. മസീഹ് ഇസ്ലാം പറയുന്നു, അതുകൊണ്ട് അല്ലയോ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളും ഓർക്കുക, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും അതിനെ വിലമതിക്കുകയും ചെയ്യുക. യാചകരെ ആട്ടിപ്പായിക്കാതിരിക്കുക. ദാനം ചെയ്യുന്നത് നല്ല കാര്യമാണ്. യാചകർക്ക് നൽകുകയും വേണം. അതിൽ അള്ളാഹു സന്തോഷിക്കുകയും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊരു വലിയ ഹദീസാണെങ്കിലും 3 തരം ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കഥയാണിത്. കുട്ടികൾക്കായി വളരെ ലളിതമാക്കി സംക്ഷിപ്തമാക്കി മസീഹ് ഇസ്ലാം ഈ രീതിയിൽ പറഞ്ഞു കൊടുത്തതാണ്. ശൈത്യകാലത്ത്, തണുപ്പ് കാലത്ത് റമദാൻ വന്നതിനെ കുറിച്ച് വളരെ മനോഹരമായ നിലയിൽ നന്ദിയുടെ വികാരങ്ങൾ മസീഹ് ഇസ്ലാം പ്രകടിപ്പിക്കുകയുണ്ടായി. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് എഴുതുന്നു, ഒരിക്കൽ ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഷെയർ അലി സാബ് എന്നോട് പറഞ്ഞു, ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഒരിക്കൽ പറഞ്ഞു, റമദാൻ മാസം ശൈത്യകാലത്ത് വരുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹു നമ്മെ നിയോഗിച്ചു എന്നത് അവൻ്റെ ഒരു വലിയ ഔദാര്യമാണ്. നോമ്പുകൾ ശരീരത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നില്ല. റമദാനിലും നമുക്ക് എളുപ്പത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. അക്കാലത്ത് റമദാൻ ഡിസംബറിലായിരുന്നു വരുന്നിരുന്നതെന്ന് മൗലവി ഷെയർ അലി സാബ് പറയുന്നു. ആ കാലഘട്ടത്തിലെ കലണ്ടർ ഞാൻ പരിശോധിച്ചു എന്ന് ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് മസീഹ് ഇസ്ലാമിൻ്റെ വാദത്തിൻ്റെ സമയത്ത് തണുപ്പ് കാലത്തായിരുന്നു നോമ്പുകൾ ഉണ്ടായിരുന്നത്. ഹസരത്ത് മസീഹ് ഇസ്ലാം 1891 മസീഹ് വാദം പുറപ്പെടുവിച്ചത്. 1891 റമദാൻ മാസം ഏപ്രിൽ 11 ആരംഭിച്ചത്. ശൈത്യകാലത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു അത്. 1892 മാർച്ച് 31 അതുപോലെ 1893 മാർച്ച് 20 റമദാൻ ആരംഭിച്ചു. പിന്നെ ഓരോ വർഷവും റമദാൻ കൂടുതൽ ശൈത്യകാല ദിവസങ്ങളിലേക്ക് അടുത്തടുത്ത് വന്നു. 1908 ഹസരത്ത് മസീഹ് ഇസ്ലാം വഫാത്തായപ്പോൾ റമദാൻ ഒക്ടോബർ 1 ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഹസരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ നിയോഗ കാലഘട്ടം മുഴുവൻ റമദാൻ ശൈത്യകാലത്താണ് വന്നത്. ഇത് അള്ളാഹുവിൻ്റെ വിധിവൈഭവത്താൽ സംഭവിച്ചതാണ്. ഇതിന് ദൈവത്തിൻ്റെ അനുഗ്രഹമായി ഇതിനെ കണ്ടുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയുണ്ടായി. മനുഷ്യരാശിക്ക് ഒരാളുടെ പ്രവൃത്തി കൊണ്ട് പ്രയോജനം ലഭിക്കുന്നതിലും ഹദരത്ത് മസീഹ് ഇസ്ലാം നന്ദി പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും മനുഷ്യസേവനം ചെയ്താൽ അതിനും അള്ളാഹുവിന് അദ്ദേഹം നന്ദി പറയാറുണ്ടായിരുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹദരത്ത് ഹക്കീം മൗലാന നൂറുദ്ദീൻ സാഹിബിനെ കുറിച്ച് ഹദരത്ത് മുസ്ലിം മൗദ് അള്ളാഹു വിവരിക്കുന്നു, ചികിത്സ വലിയൊരു ഗുണകരമായ കാര്യമാണ്. ഹദരത്ത് മസീഹ് അലി ഇസ്ലാം അതിനെ വളരെയധികം വിലമതിച്ചിരുന്നു. വീട്ടിൽ വെച്ച് മൗലവി സാഹിബിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് വളരെ നേരം, അതായത് മൗലാന നൂറുദ്ദീൻ സാഹിബിനെ കുറിച്ച് പേര് പറഞ്ഞ ശേഷം ഒരുപാട് നേരം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. മൗലവി സാഹിബ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണെന്നും അദ്ദേഹം വഴി പല പാവപ്പെട്ടവർക്കും ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചികിത്സ ലഭിക്കുന്നത് മറ്റുള്ളവർക്കാണെങ്കിലും മനുഷ്യ സേവനം നടക്കുന്നുണ്ടെന്നും അവർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും കണ്ട് അദ്ദേഹം അള്ളാഹുവിന് നന്ദി പറയുകയായിരുന്നു. വേദന മാറുന്നവരെയും അവരുടെ സേവനത്തെയും അദ്ദേഹം അഭിനന്ദിക്കുമായിരുന്നു. ബാക്കി ഇൻഷാ അല്ലാ പിന്നീട് വിവരിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ ഞാൻ ചില മരണപ്പെട്ടവരെ അനുസ്മരിക്കുന്നതാണ്. നമസ്കാരത്തിന് ശേഷം ഞാൻ അവരുടെ ജനാസ ഗായിബും സാന്നിധ്യത്തിലുള്ള ജനാസയും നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ആദ്യമായി അനുസ്മരിക്കുന്നത് ഐവറി കോസ്റ്റിലെ മുബല്ലിഗായിരുന്ന ഹാഫിസ് ഷഹബാസ് അഹമ്മദ് സാഹിബിനെയാണ്. ജമാഅത്തിന്റെ മുബല്ലിഗായിരുന്നു. ജൂലൈ 18 ഹൃദയാഘാതം മൂലം 31 വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. വസീത്ത് പദ്ധതിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയും ഒരു മകളും ഉണ്ട്. 2008 അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്തു. 2019 ജാമ്യയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം
നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫ്രഞ്ച് ഭാഷയിൽ ഡിപ്ലോമയും തുടർന്ന് മാസ്റ്റേഴ്സും നേടി, MA ഡിഗ്രി നേടി. അതിനുശേഷം ഐവറി കോസ്റ്റിൽ നിയമിതനായി. വളരെ സൗമ്യനും അതിഥി സൽക്കാരപ്രിയനും എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖത്തിനുടമയും ഖിലാഫത്തിന്റെ തീവ്രാനുരാഗിയും തന്റെ ചുമതലകൾ ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച വ്യക്തിയുമായിരുന്നു. വളരെയധികം മുഖ്ലിസായ ജമാഅത്തിന്റെ സേവകനായിരുന്നു. കുറച്ചു നാളായി ഉറുദു, പേർഷ്യൻ ഭാഷകളിൽ ഖുർആൻ തജ്വീദ് നിയമങ്ങളോട് ഓൺലൈനായി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിന്റെ ആത്മാഭിമാനവും ക്ഷമയുമായിരുന്നു എന്ന് ഒരാൾ എഴുതിയിരിക്കുന്നു. ഒരിക്കലും മറ്റുള്ളവർക്ക് ഭാരമായില്ല. തബ്ലീഗിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് തന്നെ തബ്ലീഗ് യോഗങ്ങൾ നടത്തുമായിരുന്നു. നഗരത്തിലെ ഉന്നതരുമായും അധികാരികളുമായും വളരെയധികം നല്ല ബന്ധം വെച്ച് പുലർത്തിയിരുന്നു. ജമാഅത്തിലെ ആളുകളെ തർബിയത്ത് ചെയ്യാൻ വേണ്ടി വിവിധ മാർഗങ്ങൾ തേടുമായിരുന്നു. താനും ആഫ്രിക്കൻ വംശജനും തമ്മിൽ ഒരു അകലവും ഉണ്ടാക്കിയില്ല. ആഫ്രിക്കക്കാരുടെ ഒരുമിച്ച് തന്നെ നിന്നു. തൻ്റെ റീജിയനിൽ വളരെ ശ്രദ്ധയോടും കഠിനാധ്വാനം ചെയ്തു. ജമാഅത്തിന്റെ കെട്ടിട പ്രവർത്തനങ്ങളും അതുപോലെ പള്ളി നിർമ്മാണവും ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി സബീക സാഹിബ് പറയുന്നു, അദ്ദേഹം നല്ലവനും നിഷ്കളങ്കനും വലിയ ഉത്തരവാദിത്വമുള്ളവനായ മുബല്ലിഗും ഭർത്താവും പിതാവുമായിരുന്നു. ജമാഅത്തിന് വേണ്ടി വലിയൊരു കാര്യം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്ക് നൽകണമെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ജമാഅത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമായിരുന്നു ജമാഅത്തിന് സേവനം ചെയ്യാൻ. ജമാഅത്തിന്റെ സമ്പത്തിനെ അദ്ദേഹം ഏറെ വിലമതിച്ചിരുന്നു. ക്ഷമാശീലവും സഹനശീലവും അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഏതൊരു പ്രയാസമോ ദുഃഖമോ ഉണ്ടായാലും മുഖത്ത് അതൊരിക്കലും പ്രകടമാക്കാൻ അദ്ദേഹം അനുവദിക്കുമായിരുന്നില്ല. കോപത്തിന്റെ അംശം പോലും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായി സംസാരിക്കും, സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരികയും ചെയ്തു. മുബല്ലിഗായ നൂമാൻ ഖദീർ സാഹിബ് പറയുന്നു, ഹാഫിസ് സാഹിബ് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിരുന്നു. ജമാഅത്തിന്റെ കാര്യങ്ങൾ എപ്പോൾ ഉപദേശം തേടിയാലും അത്ഭുതകരമായ ബുദ്ധിയോടെ വളരെ പ്രയാസകരമാണെന്ന് പുറമെ തോന്നിക്കുന്ന വിഷയം പോലും വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉപദേശം അദ്ദേഹം നൽകുമായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ വലിയ കഴിവുകൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. മുബല്ലിഗായ എഹ്തിഷാമുൽ ഹക്ക് സാഹിബ് എഴുതുന്നു, മുബല്ലിഗുമാർക്ക് പുറമെ ലോക്കൽ മൗലിമുകളുമായും തൻ്റെ അയൽക്കാരുമായും ജമാഅത്ത് അംഗങ്ങളുമായും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പല വ്യക്തികളും സന്ദർശന വേളയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രയാസങ്ങളിൽ അകപ്പെട്ടവരെ രഹസ്യമായി സഹായിക്കാറുണ്ടായിരുന്നു. റാഫി തബസ്സും സാഹിബ് പറയുന്നു, ജമാഅത്തിന്റെ ഓരോ ജോലിയും തൻ്റെ ഉത്തരവാദിത്വമായിട്ടാണ് മർഹൂം ചെയ്തിരുന്നത്. ഏതെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ അതൊരു കടമയായിട്ടല്ല, മറിച്ച് ഒരു ഇബാദത്തായിട്ട്, ആരാധനയായിട്ടാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത്. സമയനിഷ്ഠ, ആസൂത്രണം, ഉത്തരവാദിത്വബോധം, ആത്മാർത്ഥത എന്നിവ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രകടമായ വശങ്ങളായിരുന്നു. ജമാഅത്ത് അംഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ശിക്ഷണത്തിനുമായി പുതിയ പുതിയ വഴികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. യുവാക്കൾ, കുട്ടികൾ, മുതിർന്നവർ തുടങ്ങി എല്ലാവരുടെയും ശിക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഒരു മൊബൈലിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളവനും യാതൊരു സ്വാർത്ഥതയുമില്ലാത്ത സേവനം ചെയ്യുന്നവനുമായിരുന്നു അദ്ദേഹം എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രകടമായ പ്രത്യേകതയാണ്. അദ്ദേഹം ഒരിക്കലും പ്രശസ്തി ആഗ്രഹിച്ചിരുന്നില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് തേടിയിരുന്നത്. എവിടെ നിയോഗിക്കപ്പെട്ടാലും അവിടെ ദീനി സേവനത്തിൽ മുഴുകിയിരുന്നു. കുട്ടികളെ ഖുർആൻ ശരിയായ ഉച്ചാരണത്തോടെ വലിയ സ്നേഹത്തോടെ പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ച നിരവധി കുട്ടികൾ അദ്ദേഹത്തെ സ്മരിക്കുന്നുണ്ട്. രണ്ടാമത് അനുസ്മരിക്കാനുള്ളത് അലങ്കാന മോമിനി സാഹിബിനെ കുറിച്ചാണ്. ഇലിങ്കാന മോമിനി സാഹിബ് ബുർക്കിനോ ഫാസോക്കാരനായ അദ്ദേഹം അവിടുത്തെ സയീം അൻസാറുള്ളയായിരുന്നു. ജൂലൈ മാസത്തിൽ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഭീകരർ വെടിവെച്ച് അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കിയുണ്ടായി. ഫയർ ചെയ്തു ടെററിസ്റ്റുകൾ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1989 അദ്ദേഹം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചത്. മുബല്ലിഗായ വദൂദ് സാഹിബ് എഴുതുന്നു, ഷഹീദായ അദ്ദേഹം ജമാഅത്തിനെയും ഖിലാഫത്തിനെയും അഗാധമായി സ്നേഹിച്ചിരുന്ന അതിയായ ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു. വിശുദ്ധ ഖുർആനിലുള്ള ഭക്തി, പള്ളിയുമായുള്ള ഗാഢമായ ബന്ധം, ആരാധന, ഖിലാഫത്തിനുള്ള അനുസരണം, ജമാഅത്ത് സേവനത്തിനുള്ള പ്രത്യേക അഭിനിവേശം എന്നിവ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ മുഅല്ലിമായ അബ്ദുള്ള ജംഗാനി സാഹിബ് പറയുന്നു,
അതികീർത്തിമാനായ ധീരനും നിർഭയനും ആത്മാർത്ഥതയുള്ളവനും തക്വയുള്ളവനും ആരാധന നടത്തുന്നവനും നല്ല സ്വഭാവമുള്ളവനും സൗമ്യശീലനും മിതഭാഷിയും ഖിലാഫത്തിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മികച്ചൊരു പ്രവർത്തകനായിരുന്നു അദ്ദേഹം. മിക്കപ്പോഴും പള്ളിയിൽ ഏറ്റവും ആദ്യം എത്തുകയും അവിടെ ഇരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം. ഒരു മൗലിം സാഹിബ് ഇപ്രകാരം വിവരിക്കുന്നു: ഫജ്ർ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്നും ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ആ പ്രദേശത്തെ റീജിയണൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നു, പ്രായത്തിൽ മുതിർന്ന വ്യക്തിയായിട്ടും ജമാഅത്തിന്റെ വക്കാർ അമലിനെ കുറിച്ച് എപ്പോൾ പറഞ്ഞാലും സ്വന്തം വരികയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഓരോ പ്രോഗ്രാമിലും ജൽസയായാലും ഇജ്തിമയായാലും അദ്ദേഹം നിർബന്ധമായും പങ്കെടുക്കുമായിരുന്നു. അസുഖമായിരുന്നപ്പോഴും അപ്പോൾ പോലും ജമാഅത്ത് പരിപാടിയിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. അമീൻ ബലൂച്ച് സാഹിബ് പറയുന്നു, ഞാനും ആ പ്രദേശത്ത് താമസിച്ചിട്ടുണ്ട്. ചന്ത നൽകുന്നതിൽ അദ്ദേഹം വളരെ കൃത്യനിഷ്ഠതയുള്ള ആളായിരുന്നു. ലോക്കൽ മൗല്യമായ ബാൽബോ സാഹിബ് പറയുന്നു, രക്തസാക്ഷിത്വത്തിന് ഒരു ദിവസം മുമ്പ് പോലും തൻ്റെ ചന്തയെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുകയും അത് നൽകുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും ചെയ്തു. ജമാഅത്തിന്റെ സേവനത്തിനായുള്ള അഭിനിവേശം അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയവരെല്ലാം ഒരേ സ്വഭാവ സവിശേഷതകളാണ് എടുത്തു പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബത്തിൽ 2 വിധവകളും 13 മക്കളുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ അനുസ്മരണം മാലിക്കാരനായ യഹിയ സുമാരി സാഹിബിനെ കുറിച്ചാണ്. മാലി എന്ന സ്ഥലത്തുള്ളതാണ്. കഴിഞ്ഞ ദിവസം 32ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹവും ഷഹീദാണ്. മാലിയിലെ തീവ്രവാദ സാഹചര്യം കാരണം കുറച്ചു കാലമായി അവിടെ അവസ്ഥ വളരെ മോശമാണ്. യഹിയ സുമാരി സാഹിബ് റീജിയൻ മേഖലയിലെ എനിഫീസ് എന്ന സ്ഥലത്ത് സൈനിക ഡ്യൂട്ടിയിലായിരുന്നു. ജൂലൈ 4-ന് കാലാവസ്ഥ മോശമായിരിക്കുകയും കാറ്റടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത സമയത്ത് ഡ്യൂട്ടിയിലുള്ള സൈനികരുടെ ക്ഷേമം അന്വേഷിക്കാൻ അദ്ദേഹം തന്റെ മേലുദ്യോഗസ്ഥരോട് അനുവാദം ചോദിച്ച് പുറത്തിറങ്ങി. തീവ്രവാദികളെ നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട സംഘത്തെ കാണാൻ പോയ സമയത്ത് തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകുകയും അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് രക്തസാക്ഷിയാകുകയും ചെയ്തു. സെപ്റ്റംബർ 22-ന് മാലിയിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കാനും മെഡൽ ഓഫ് ഓണർ ലഭിക്കാനും സൈന്യം തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തെ വലിയൊരു നഗരത്തിലേക്ക് മാറ്റാനും തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഷഹാദത്തിന്റെ പദവി ലഭിച്ചു, രക്തസാക്ഷിത്വം ലഭിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഫൗദി സുമാരെ സാഹിബ് പറയുന്നു, 2022 ജൽസ സാലാനയിൽ യഹിയ സുമാരെ സാഹിബ് പങ്കെടുത്തു. ജൽസയ്ക്കിടയിൽ ഹദ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രത്യേകമായൊരു മാറ്റം സംജാതമാകുകയും ഒരു വല്ലാത്ത ശാന്തിയും സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടുകയും ചെയ്തു. ജൽസയിലെ പ്രസംഗങ്ങൾ കേട്ടതും ജമാഅത്തിന്റെ ലഘുലേഖകൾ, പ്രത്യേകിച്ച് ഇസ്ലാം മത തത്വജ്ഞാനം എന്ന മസീഹ് ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിന്റെ തദ്ദേശീയ ഭാഷയിലുള്ള വിവർത്തനം വായിച്ചതും അദ്ദേഹത്തിന്റെ വിശ്വാസവർദ്ധനയ്ക്ക് കാരണമായി. പ്രത്യേകിച്ചും ജിഹാദിനെ കുറിച്ചുള്ള ജമാഅത്ത് അഹമ്മദിയയുടെ യുക്തിസഹവും ഇസ്ലാമികവുമായ നിലപാട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ആ അനുഗ്രഹീത ജലസയിൽ വെച്ച് അദ്ദേഹം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പത്നി പറയുന്നു, ഒരു മാതൃകാ ഭർത്താവും മകന് വളരെ വാത്സല്യമുള്ള പിതാവും ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെയധികം നിറവേറ്റി തരുന്നവനുമായിരുന്നു അദ്ദേഹം. എല്ലാ പ്രയാസഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ കൈത്താങ്ങായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പറയുന്നു, വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള ബന്ധം. കൃത്യമായി ഫോൺ വിളിച്ച് ക്ഷേമം അന്വേഷിക്കുമായിരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കും, കഷ്ടപ്പാടുകൾ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ അനുസരണയുള്ള മകനായിരുന്നു അദ്ദേഹം. മാലിയിലെ മിഷണറി ഇൻചാർജ് എഴുതുന്നു, വളരെ പുഞ്ചിരിച്ച മുഖമുള്ള സന്തോഷപ്രകടനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന, അതുപോലെ തന്നെ നോമ്പ് കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന, പാവപ്പെട്ടവരെ പരിഗണിക്കുന്ന, തനിക്കും മറ്റുള്ളവർക്കും നല്ലൊരു മാതൃക കാണിക്കുന്ന, കുടുംബബന്ധങ്ങൾ ഭംഗിയായി പുലർത്തുന്ന നല്ലവനായ മനുഷ്യനായിരുന്നു. പുതിയതായി ബയ്യത്ത് ചെയ്ത ആളായിരുന്നിട്ടും അഹമ്മദ് ജമാഅത്തിനോടും ഹദ്രത്ത് മസീഹ് ഇസ്ലാമിനോടും ഖലീഫമാരോടും അതിയായ സ്നേഹവും കൂറും അദ്ദേഹത്തിനുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പിതാവ് അഹമ്മദി ആയിരുന്നില്ല. എന്നാൽ മകൻ്റെ ഷഹാദത്തിന് ശേഷം ജമാഅത്തിൻ്റെ നല്ല പെരുമാറ്റവും അവർ നൽകുന്ന കരുതലും കണ്ട് അദ്ദേഹം ആകർഷിക്കപ്പെട്ടു. നേരത്തെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് അഹമ്മദിയത്തിൻ്റെ സത്യത ഇപ്പോൾ വ്യക്തമായി മനസ്സിലായെന്നും അതിനാൽ അദ്ദേഹം ബയ്യത്ത് ചെയ്ത് അനുസരണ പ്രതിജ്ഞ ചെയ്ത് ജമാഅത്തിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും പറയുന്നു. അടുത്തത് സിറാജുൽ ഹക്ക് ഖുറൈഷി സാഹിബിൻ്റെ അനുസ്മരണമാണ്. റബുവയിലെ ജൽസ സാലാനയുടെ ഡെപ്യൂട്ടി ഓഫീസറായ അദ്ദേഹം കഴിഞ്ഞ ദിവസം 86-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അദ്ദേഹം മൂസിയായിരുന്നു. ഹജറത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സഹാബിയായ മിയ കുത്തുബ്ദീൻ സാഹിബ് എന്ന അദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ വഴിയാണ് ഈ കുടുംബത്തിൽ അഹമ്മദിയത്ത് കടന്നു വന്നത്. മസീമുദ് അലി ഇസ്ലാം വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഒരു സ്വപ്നം വരികയും തുടർന്ന് അദ്ദേഹം ഖാദിയനിൽ പോയി മസീഹ് ഇസ്ലാമിൻ്റെ കരങ്ങളിൽ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉമ്മാമയും സ്വഹാബിയായിരുന്നു. ഖുറൈഷി ഫസൽ ഹക്ക്, ഖുറൈഷി അബ്ദുൽ ഗനി സാഹിബ് എന്നീ 2 ആൺമക്കളെ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഇരുവരും വലിയ ദീനീ സേവനം ചെയ്തവരായിരുന്നു. ബിസിനസ് നടത്തിയിരുന്നിട്ടും എപ്പോഴും ദീനീ സേവനത്തിനായി അവർ സജ്ജരായിരുന്നു. അതിനുവേണ്ടി എപ്പോഴും തയ്യാറായി നിൽക്കുമായിരുന്നു. റബോയുടെ പുനർനിർമ്മാണത്തിലും അവർ വലിയ പങ്കുവഹിച്ചു. പ്രത്യേകിച്ച് വെള്ളം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഹാൻഡ് പമ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ അവരുടെ ചുമതലയിലായിരുന്നു. സിറാജുൽ ഹക്ക് ഖുറൈഷിയുടെ മാതാവ് മുഖേനയുള്ള ഉപ്പാപ്പ മൗലവി മുഹമ്മദ് ഉസ്മാൻ സാഹിബും സഹാബിയായിരുന്നു. നായിബ് നാസിറായും ജൽസ സാലാന ഡെപ്യൂട്ടി ഓഫീസറായും അദ്ദേഹം ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15-20 വർഷം മുമ്പാണ് അദ്ദേഹം ഔദ്യോഗികമായി ജമാഅത്തിൻ്റെ സേവനം ആരംഭിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ വിവിധ കോളേജുകളിൽ അധ്യാപക വൃത്തി ചെയ്തു വരികയായിരുന്നു. റബോയിലെ TI കോളേജിലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് ഖാസിം മുഹമ്മദ് സാഹിബ് പറയുന്നു, സിറാജുൽ ഹക്ക് ഖുറൈഷി സാഹിബിൻ്റെ വഫാത്തോടെ ജൽസ സാലാന ഓഫീസ് ജീവനക്കാരിലെ ഏറ്റവും സഹാനുഭൂതിയുള്ളവനും ദുഃഖങ്ങളിൽ പങ്കുചേരുന്നവനുമായ ഒരു മുതിർന്ന കൂട്ടുകാരനെയാണ് നഷ്ടപ്പെട്ടതെന്ന് എല്ലാവരും കരുതുന്നു. ഏത് ജോലി ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം അത് നിറവേറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ 2 പെൺമക്കളും 2 ആൺമക്കളുമാണുള്ളത്. സംതൃപ്ത കുടുംബത്തിൽ 2 പെൺമക്കളും 2 ആൺമക്കളുമാണ്. ഒരു മകൻ കമൽ ഹക്ക് ഖുറൈഷി സാഹിബ് മുബല്ലിഗാണ്. ചരിത്ര വിഭാഗത്തിൽ സേവനം ചെയ്യുന്നു. അള്ളാഹു മർഹൂമിനോട് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യുമാറാകട്ടെ. അടുത്ത അനുസ്മരണം നൈജീരിയയിലെ മൗല്യമായ ലാവൽ തയ്യബ് സാഹിബിൻ്റെതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 30-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അദ്ദേഹം മൂസിയായിരുന്നു. ജൽസ സാലാനയുടെ ദിനങ്ങളിൽ തത്സമയ സംരക്ഷണത്തിനായുള്ള ഒരുക്കങ്ങൾക്കിടയിൽ UK ജൽസ നടക്കുമ്പോൾ ലൈവ് പ്രോഗ്രാമുകൾ കാണാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ പള്ളിയുടെ സാറ്റലൈറ്റ് ഡിഷ് നന്നാക്കുന്നതിനിടയിൽ ഏണിയിൽ നിന്ന് വീണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ചികിത്സ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് കനത്ത പരിക്കേറ്റിരുന്നു. മാതാപിതാക്കളും ഭാര്യയും 11 മാസം പ്രായമുള്ള ഒരു മകളുമാണ് സംതൃപ്ത കുടുംബത്തിലുള്ളത്. 2018 നൈജീരിയയിലെ ജാമിയത്തുൽ മുബഷിരിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അദ്ദേഹം മൗല്യമായി നിയമിക്കപ്പെട്ടു. അങ്ങേയറ്റം വിനയവും അതുപോലെ തന്നെ വളരെ ആക്റ്റീവായ, വളരെ മുഖ്ലിസായ മൗല്യമായിരുന്നു. ജമാഅത്ത് ഏൽപ്പിക്കുന്ന ഓരോ ഉത്തരവാദിത്വം തൻ്റെ കഴിവ് ഉപയോഗിച്ച് വളരെ മികച്ച രീതിയിലും കഠിനാധ്വാനത്തോടും ആത്മാർത്ഥതയോടും കൂടി അദ്ദേഹം നിർവഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പറയുന്നു, വളരെ ഉത്തരവാദിത്വമുള്ളവനും മാതാപിതാക്കളെ ഏറെ ശ്രദ്ധിക്കുന്നതിനും സേവനം ചെയ്യുന്നതിനുമായ മകനായിരുന്നു. പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിലും സാധ്യമാകുന്ന രീതിയിലെല്ലാം മാതാപിതാക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി പറയുന്നു, ജമാഅത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ഇസ്ലാമിക അധ്യാപനങ്ങളും അഹമ്മദിയ ഖിലാഫത്തിൻ്റെ നിർദ്ദേശങ്ങളും പ്രായോഗികമായി ജീവിതത്തിൽ നടപ്പിലാക്കിയ വ്യക്തിയായിരുന്നു. തൻ്റെ സൽസ്വഭാവം, ആത്മാർത്ഥത, സ്നേഹം എന്നിവയാൽ ജമാഅത്ത് അംഗങ്ങൾക്കിടയിലും മറ്റു മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിലും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു. വളരെ ജനപ്രിയനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു മൗലവി മുനവർ സാഹിബ് പറയുന്നു, വളരെ സൽസ്വഭാവിയായിരുന്നു അദ്ദേഹം.
വലിയ സഹനശീലനും വളരെ ധൈര്യശാലിയുമായിരുന്നു. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. വിദ്യാർത്ഥിയായ കാലം മുതൽ തന്നെ ജമാഅത്തിന് സേവനം ചെയ്യാനുള്ള വലിയ താല്പര്യമുണ്ടായിരുന്നു. കടുത്ത രോഗാവസ്ഥയിൽ പരിക്കേറ്റ് തീവ്രമായ വേദനയിലായിരുന്നപ്പോഴും ജമാഅത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ജമാഅത്ത് അംഗങ്ങളുടെ തർബിയത്തിനെ കുറിച്ചും അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നു. അള്ളാഹു മർഹൂമിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അടുത്ത ജനാസ റിട്ടയർഡ് മാസ്റ്റർ ഗഫൂർ അഹമ്മദ് സാഹിബിൻ്റെതാണ്. അദ്ദേഹം ഇപ്പോൾ കാനഡയിലായിരുന്നു. സാങ്ല ഹില്ലിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം സദറായി പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 5 നേരവും നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരശീലമുള്ള ദൈവഭക്തിയുള്ള സൗമ്യശീലനായ ഖിലാഫത്തിനെ അഗാധമായി സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. എപ്പോഴും ജമാഅത്തിന്റെ സംവിധാനത്തെയും ഖിലാഫത്തിനെയും അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. അന്യരെ പോലും അദ്ദേഹം പരിഗണിച്ചിരുന്നു. ചിലരെ രഹസ്യമായി സാമ്പത്തികമായി സഹായിക്കാറുണ്ടായിരുന്നു. ജമാഅത്തിന്റെ ചന്തകളിലും മറ്റ് സാമ്പത്തിക പദ്ധതികളിലും സജീവമായി പങ്കെടുത്തിരുന്നു. അദ്ദേഹം കൃത്യമായ ഖുതുബകൾ കേൾക്കും, മറ്റുള്ളവരെയും അത് കേൾപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ജമാഅത്ത് പ്രവർത്തകരെയും വഖഫ് ചിന്തകളെയും അദ്ദേഹം ഏറെ ബഹുമാനിച്ചിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ പത്നിക്ക് പുറമെ 3 പെൺമക്കളും 5 ആൺമക്കളുമുണ്ട്. കൂടാതെ പേരക്കുട്ടികളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ നെയ്ം ഇക്ബാൽ സാഹിബ് ഫിജിയിലെ അമീറും മിഷണറി ഇൻചാർജുമാണ്. പിതാവ് വഫാത്തായ സമയത്ത് അദ്ദേഹം ഫീൽഡിലായിരുന്നതിനാൽ, സേവന രംഗത്തായിരുന്നതിനാൽ അദ്ദേഹത്തിന് ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് അള്ളാഹു ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. പരേതിനോട് അള്ളാഹു പാപമോചനവും കരുണയും കാണിക്കുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.